പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ്. ഇന്ന് 291 ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ: മക്കബായരുടെ 1-ാം പുസ്തകം അധ്യായം 10, പ്രഭാഷകൻ അധ്യായങ്ങൾ 26, 27, സുഭാഷിതങ്ങൾ അധ്യായം 23, വാക്യങ്ങൾ 5 മുതൽ 8 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 1 മക്കബായർ അധ്യായം 10. ദമത്രിയൂസും ജോനാഥാനും. 160-ാം ആണ്ടിൽ അന്തിയോക്കസിൻ്റെ പുത്രൻ അലക്സാണ്ടർ എപ്പിഫാനസ് കയറി വന്ന് ടോളമായിസ് കൈവശപ്പെടുത്തി. അവർ അവനെ അംഗീകരിച്ചു. അവിടെ അവൻ ഭരിച്ചു തുടങ്ങി. ദമത്രിയൂസ് രാജാവ് ഇത് കേട്ട് വളരെ വലിയൊരു സൈന്യത്തെ ഒന്നിച്ചുകൂട്ടി യുദ്ധത്തിൽ അവനെ നേരിടാൻ പുറപ്പെട്ടു. ദമത്രിയൂസ് ജോനാഥാനെ ആദരിക്കുന്നതിന് സമാധാനപൂർവകമായ വാക്കുകളോടെ കത്തുകളയച്ചു. കാരണം അവൻ ആത്മകഥം ചെയ്തു: അവൻ നമുക്കെതിരെ അലക്സാണ്ടറുമായി സമാധാന സന്ധിയിൽ ഏർപ്പെടുന്നതിന് മുമ്പായി നമുക്ക് ആദ്യം അവരുമായി സഖ്യത്തിൽ ഏർപ്പെടാം. നമ്മൾ അവനോടും അവൻ്റെ സഹോദരന്മാരോടും ജനത്തോടും ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവൻ ഓർക്കുന്നുണ്ടാകും. അതിനാൽ സൈന്യശേഖരം നടത്തുന്നതിനും ആയുധങ്ങൾ തയ്യാറാക്കുന്നതിനും തൻ്റെ സഖ്യകക്ഷിയാകുന്നതിനും അവന് അയാൾ അധികാരം നൽകി. കോട്ടയിലെ തടവുകാരെ അവന് വിട്ടുകൊടുക്കാനും അയാൾ നിർദ്ദേശിച്ചു. ജോനാഥാൻ ജെറുസലേമിലെത്തി ജനം മുഴുവനും കോട്ടയിലുള്ളവരും കേൾക്കെ ആ കത്തുകൾ വായിച്ചു. സൈന്യശേഖരം നടത്താൻ രാജാവ് അവന് അധികാരം നൽകിയെന്ന് കേട്ടപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു. എങ്കിലും അവർ കോട്ടയിലുണ്ടായിരുന്ന തടവുകാരെ ജോനാഥാന് വിട്ടുകൊടുത്തു. അവൻ അവരുടെ മാതാപിതാക്കന്മാരെ അവരെ തിരിച്ചേൽപ്പിച്ചു. ജോനാഥാൻ ജെറുസലേമിൽ താമസിച്ചുകൊണ്ട് നഗരം പണിയാനും പുനരുദ്ധരിക്കാനും തുടങ്ങി. പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മതിലുകളും ചുറ്റുമുള്ള സിയോൻ മലയും ചതുരക്കല്ലുകളാൽ ബലപ്പെടുത്തിക്കൊണ്ട് സമുദ്ധരിക്കാനായി അവൻ നിർദ്ദേശം നൽകി. അവർ അങ്ങനെ ചെയ്തു. അപ്പോൾ ബക്കീദസ് നിർമ്മിച്ച കോട്ടകളിലുണ്ടായിരുന്ന വിദേശീയർ പലായനം ചെയ്തു. ഓരോ ആളും തൻ്റെ ഇടം ഉപേക്ഷിച്ച് സ്വദേശത്തേക്ക് മടങ്ങി. എന്നാൽ നിയമവും പ്രമാണങ്ങളും പരിത്യജിച്ചവർ ചിലർ ബത്സൂറിൽ അവശേഷിച്ചു. അവർക്ക് അത് അഭയസങ്കേതമായി തീർന്നു. ജോനാഥാൻ പ്രധാന പുരോഹിതൻ. ദമത്രിയൂസ് ജോനാഥാൻ അയച്ചുകൊടുത്ത വാഗ്ദാനങ്ങളെക്കുറിച്ച് അലക്സാണ്ടർ രാജാവ് കേട്ടു. അവനും അവൻ്റെ സഹോദരന്മാരും ചെയ്ത യുദ്ധങ്ങളെയും ധീരകൃത്യങ്ങളെയും അവർക്കുണ്ടായിരുന്ന കഷ്ടപ്പാടുകളെയും കുറിച്ച് അയാൾക്ക് വാർത്ത ലഭിച്ചു. അയാൾ പറഞ്ഞു: ഇവനെപ്പോലെ ഇനി മറ്റൊരുവനെ കണ്ടുകിട്ടുമോ? അതിനാൽ നമുക്കിപ്പോൾ ഇവനെ നമ്മുടെ മിത്രവും സഖ്യകക്ഷിയുമാക്കാം. അയാൾ ഇപ്രകാരമുള്ള വാക്കുകളിൽ കത്തുകൾ എഴുതി അവനയച്ചു: സഹോദരൻ ജോനാഥാന് അലക്സാണ്ടർ രാജാവിൻ്റെ അഭിവാദനങ്ങൾ. നീ ശക്തനായ പോരാളിയും ഞങ്ങളുടെ സ്നേഹിതനാകാൻ യോഗ്യനായ വ്യക്തിയുമാണെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. അതിനാൽ ഇന്ന് നിന്നെ ഞാൻ നിന്റെ ജനത്തിൻ്റെ പ്രധാന പുരോഹിതനായി നിയമിച്ചിരിക്കുന്നു. നീ രാജാവിൻ്റെ സുഹൃത്തായി അറിയപ്പെടും. അങ്ങനെ നീ ഞങ്ങളോടൊത്ത് ചിന്തിക്കുകയും ഞങ്ങളോട് സൗഹൃദം പാലിക്കുകയും ചെയ്യും. അയാൾ അവന് പട്ടുവസ്ത്രവും സ്വർണ്ണക്കിരീടവും അയച്ചു കൊടുത്തു. 160-ാം ആണ്ട് 7-ാം മാസം കൂടാരത്തിരുനാളിൽ ജോനാഥാൻ വിശുദ്ധ വസ്ത്രധാരിയായി. അവൻ സൈന്യശേഖരം നടത്തുകയും ധാരാളം ആയുധങ്ങൾ സജ്ജീകരിക്കുകയും ചെയ്തു. ദമത്രിയൂസിൻ്റെ വാഗ്ദാനം. ഇക്കാര്യങ്ങൾ കേട്ടപ്പോൾ ദമത്രിയൂസ് ദുഃഖിതനായി പറഞ്ഞു: നമ്മൾ ഇതെന്താണ് ചെയ്തത്? പിന്തുണയ്ക്കായി യഹൂദരോട് മൈത്രി സ്ഥാപിക്കുന്നതിൽ അലക്സാണ്ടർ നമ്മെ മറികടന്നിരിക്കുന്നു. അവർ എനിക്ക് സഹായമായിരിക്കേണ്ടതിന് ഞാനും അവർക്ക് ബഹുമതിയുടെയും പാരിതോഷികങ്ങളുടെയും പ്രോത്സാഹന വചസ്സുകൾ എഴുതും. അതനുസരിച്ച് അവൻ അവർക്ക് ഈ വാക്കുകളിൽ സന്ദേശം അയച്ചു: യഹൂദ ജനതയ്ക്ക് ദമത്രിയൂസ് രാജാവിൻ്റെ അഭിവാദനങ്ങൾ. നിങ്ങൾ ഞങ്ങളോടുള്ള കരാറുകൾ പാലിച്ചുവെന്നും ഞങ്ങളുമായുള്ള മൈത്രി തുടർന്നുവെന്നും ഞങ്ങളുടെ ശത്രുക്കളുമായി കൂട്ടുചേർന്നിട്ടില്ലെന്നും കേൾക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. മേലിലും ഞങ്ങളോടുള്ള വിശ്വസ്തത നിലനിർത്തുവിൻ. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്നതിന് ഞങ്ങൾ നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ധാരാളം ഇളവുകൾ അനുവദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുകയും എല്ലാ യഹൂദരെയും
കപ്പത്തിലും ഉപ്പിൻ്റെയും കിരീടങ്ങളുടെയും നികുതിയിലും നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. ധാന്യത്തിൻ്റെ മൂന്നിലൊന്നായും വൃക്ഷഫലത്തിൻ്റെ പകുതിയായും എനിക്കെടുക്കാൻ അവകാശമുള്ളത് ഇന്നും തുടർന്നും ഞാൻ വേണ്ടെന്ന് വെക്കുന്നു. യൂദാദേശത്തു നിന്നും അതിനോട് ചേർക്കപ്പെട്ടിട്ടുള്ള സമരിയ മുതൽ ഗലീലി വരെയുള്ള 3 പ്രവിശ്യകളിൽ നിന്നും എടുക്കാനുള്ളതും ഇന്നു മുതൽ എക്കാലത്തേക്കും അങ്ങനെ തന്നെ. ജെറുസലേമും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും അതിൻ്റെ ദശാംശങ്ങളും നികുതികളും വിശുദ്ധവും നികുതി വിമുക്തവുമായിരിക്കട്ടെ. ജെറുസലേമിലെ കോട്ടകളിന്മേലുള്ള അധികാരം ഞാൻ വേണ്ടെന്ന് വെക്കുകയും അത് പ്രധാന പുരോഹിതന് നൽകുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ആളുകളെ തിരഞ്ഞെടുത്ത് അതിൻ്റെ കാവലിനായി അതിൽ നിയോഗിക്കട്ടെ. യൂദാദേശത്തു നിന്ന് എൻ്റെ രാജ്യം മുഴുവനിലുമായി ബന്ധനസ്ഥരാക്കപ്പെട്ടിരുന്ന യഹൂദരായ എല്ലാ ആളുകളെയും മോചനദ്രവ്യം കൂടാതെ ഞാൻ സ്വതന്ത്രരാക്കുന്നു. അവരുടെ കന്നുകാലികളുടെ നികുതികൾ പോലും എല്ലാവരും വേണ്ടെന്ന് വെക്കട്ടെ. എല്ലാ തിരുനാളുകളും സാബത്തുകളും അമാവാസികളും മറ്റ് വിശേഷ ദിവസങ്ങളും, തിരുനാളിന് മുമ്പ് 3 ദിവസവും തിരുനാളിന് ശേഷം 3 ദിവസവും എൻ്റെ രാജ്യത്തുള്ള എല്ലാ യഹൂദർക്കും ഒഴിവിൻ്റെയും മോചനത്തിൻ്റെയും ദിനങ്ങളായിരിക്കട്ടെ. പണം ഈടാക്കുന്നതിനോ അവരിൽ ആരെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ശല്യപ്പെടുത്തുന്നതിനോ ആർക്കും അധികാരമുണ്ടായിരിക്കുകയില്ല. യഹൂദരിൽ 30,000 പേർ രാജസൈന്യത്തിൽ ചേർക്കപ്പെടട്ടെ. എല്ലാ രാജസേനാംഗങ്ങൾക്കും അർഹമായ വേതനം അവർക്കും നൽകപ്പെടും. അവരിൽ കുറേ പേർ രാജാവിൻ്റെ പ്രധാന കോട്ടകളിൽ നിയമിക്കപ്പെടും. അവരിൽ നിന്ന് ചിലർ രാജ്യത്തിൻ്റെ ആവശ്യത്തിനുള്ള വിശ്വസ്ത പദവികളിൽ നിയമിക്കപ്പെടും. അവരുടെ അധിപന്മാരും നേതാക്കന്മാരും അവരിൽ നിന്ന് തന്നെയായിരിക്കട്ടെ. യൂദാദേശത്ത് രാജാവ് കൽപ്പിച്ചതുപോലെ തങ്ങളുടെ നിയമങ്ങളനുസരിച്ച് അവർ വ്യാപരിക്കട്ടെ. സമറിയാദേശത്ത് നിന്ന് യൂദയായോട് ചേർക്കപ്പെട്ടിട്ടുള്ള 3 പ്രവിശ്യകൾ ഒരാൾക്ക് വിധേയമായി കണക്കാക്കപ്പെടുന്നതിന് അവ യൂദായോട് തന്നെ ചേർന്നിരിക്കട്ടെ. അങ്ങനെ പ്രധാന പുരോഹിതനല്ലാതെ മറ്റൊരധികാരത്തിന് അവർ വിധേയപ്പെടേണ്ടതില്ല. ടോളമായിസും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവും ഞാൻ പാരിതോഷികമായി ജെറുസലേമിലുള്ള വിശുദ്ധ സ്ഥലത്തിനായി നൽകിയിരിക്കുന്നു. അങ്ങനെ വിശുദ്ധ സ്ഥലത്തിന് ആവശ്യമായ ചെലവുകൾ നടക്കട്ടെ. അനുയുക്തമായ സ്ഥലങ്ങളിൽ നിന്നുള്ള രാജവരുമാനത്തിൽ നിന്ന് പ്രതിവർഷം 15,000 ശെക്കൽ വെള്ളിയും ഞാൻ അനുവദിക്കുന്നു. ആദ്യ വർഷങ്ങളിലെ പതിവനുസരിച്ച് ഭരണാധികാരികൾ നൽകാതിരുന്നത് മൂലമുണ്ടായ മിച്ചധനം മുഴുവനും ഇന്നു മുതൽ ആലയ ശുശ്രൂഷകൾക്കായി നൽകപ്പെടുന്നതാണ്. ഇവയ്ക്ക് പുറമെ വിശുദ്ധ സ്ഥലത്തെ വരുമാനങ്ങളിൽ നിന്ന് ആണ്ടുതോറുമുള്ള കണക്കനുസരിച്ച് അവർക്ക് ലഭിച്ചിരുന്ന 5,000 ശെക്കൽ വെള്ളി ഇതിനാൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. കാരണം ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്ക് അർഹതപ്പെട്ടതാണ് അവ. രാജകീയ കാര്യങ്ങളിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ കടം വീട്ടാനുണ്ടായിരിക്കെ ജെറുസലേം ദേവാലയത്തിലോ അതിൻ്റെ ഏതെങ്കിലും ഒരു പരിസരത്തോ അഭയം തേടുന്ന ഏവരും എൻ്റെ രാജ്യത്ത് അവർക്കുള്ള എല്ലാറ്റിനോടും കൂടെ മോചിതരാക്കപ്പെടട്ടെ. വിശുദ്ധ സ്ഥലം പുതുക്കിപ്പണിയുന്നതിനും കേടുപാടുകൾ തീർക്കുന്നതിനുമുള്ള പണികൾക്കുള്ള ചെലവുകൾ രാജാവിൻ്റെ കണക്കിൽ നിന്ന് നൽകപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ജെറുസലേമിലെ മതിലുകൾ പുതുക്കിപ്പണിയുന്നതിനും അതിൻ്റെ ചുറ്റും ബലപ്പെടുത്തുന്നതിനും യൂദയായിലെ മതിലുകൾ പുതുക്കിപ്പണിയുന്നതിനുമുള്ള ചെലവുകളും രാജാവിൻ്റെ കണക്കിൽ നിന്ന് നൽകപ്പെടുന്നതാണ്. അലക്സാണ്ടറുമായി സഖ്യം. ജോനാഥാനും ജനങ്ങളും ഈ വാക്കുകൾ കേട്ടപ്പോൾ അവ വിശ്വസിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ല. കാരണം ഇസ്രായേലിൽ അയാൾ പ്രവർത്തിച്ച മഹാപാതകവും അവരെ അയാൾ കഠിനമായി ഞെരുക്കിയതും അവർ ഓർത്തു. അലക്സാണ്ടറിനോടായിരുന്നു അവർക്ക് പ്രതിപത്തി. കാരണം സമാധാന വാക്കുകളുമായി അവരുടെ പക്കൽ ആദ്യമെത്തിയത് അവനായിരുന്നു. അവൻ്റെ കാലമത്രയും അവർ അവനോട് സഖ്യത്തിൽ നിലകൊണ്ടു. അപ്പോൾ അലക്സാണ്ടർ രാജാവ് വലിയൊരു സൈന്യത്തെ ശേഖരിച്ച് ദമത്രിയൂസിനെതിരെ പാളയമടിച്ചു. 2 രാജാക്കന്മാരും യുദ്ധത്തിലേർപ്പെട്ടു. ദമത്രിയൂസിൻ്റെ സൈന്യം പലായനം ചെയ്തു. അലക്സാണ്ടർ അവനെ പിന്തുടർന്ന് അവർക്കെതിരെ മേൽക്കോയ്മ നേടി. സൂര്യാസ്തമയം വരെ അവൻ അതിശക്തമായി യുദ്ധം തുടർന്നു. ആ ദിവസം ദമത്രിയൂസ് നിബദിച്ചു. അലക്സാണ്ടർ ഈജിപ്തിലെ രാജാവായ ടോളമിയുടെ പക്കലേക്ക് സ്ഥാനപതികളെ ഈ വാക്കുകളുമായി അയച്ചു: ഞാൻ എൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി വന്ന് എൻ്റെ പിതാക്കന്മാരുടെ സിംഹാസനത്തിൽ ആരൂഢനാവുകയും ഭരണം സ്വായത്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ദമത്രിയൂസിനെ തകർത്ത് ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ ഭരണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അവനെ ഞാൻ ആക്രമണത്തിൽ നേരിടുകയും അവനും അവൻ്റെ സൈന്യവും ഞങ്ങളാൽ തകർക്കപ്പെടുകയും നാം അവൻ്റെ രാജസിംഹാസനത്തിൽ ഉപവിഷ്ടനാവുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നമുക്കിപ്പോൾ പരസ്പരം സൗഹൃദം സ്ഥാപിക്കാം. ഇപ്പോൾ നിന്റെ മകളെ എനിക്ക് ഭാര്യയായി തരിക. ഞാൻ നിന്റെ ജാമാതാവായിരിക്കും. നിന്റെ യോഗ്യതയ്ക്കനുസരിച്ച് നിനക്കും അവൾക്കും ഞാൻ സമ്മാനങ്ങൾ നൽകാം. ടോളമി രാജാവ് ഇപ്രകാരം മറുപടി നൽകി: നീ നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് മടങ്ങിച്ചെന്ന്
അവരുടെ രാജസിംഹാസനത്തിൽ ഉപവിഷ്ടനായ ദിവസം ഉത്കൃഷ്ടം തന്നെ. നീ എഴുതിയതുപോലെ ഇപ്പോൾ ഞാൻ നിന്നോട് പ്രവർത്തിക്കാം. എന്നാൽ നമുക്ക് പരസ്പരം കാണുന്നതിന് നീ ടോളമായിസിലേക്ക് വരിക. നീ പറഞ്ഞതനുസരിച്ച് ഞാൻ നിന്റെ ശ്വശുരനാകാം. ടോളമി തൻ്റെ മകൾ ക്ലെയോപാത്രയുമൊത്ത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ 162 ആണ്ടിൽ ടോളമായിസിലെത്തി. അലക്സാണ്ടർ രാജാവ് അവനെ കണ്ടുമുട്ടി. ടോളമി തൻ്റെ മകൾ ക്ലെയോപാത്രയെ അലക്സാണ്ടറിനെ ഏൽപ്പിച്ചു. ടോളമായിസിൽ വെച്ച് രാജാക്കന്മാരുടെ രീതിയനുസരിച്ച് അത്യാഡംബരത്തോടെ അവരുടെ വിവാഹം അവൻ നടത്തി. തന്നെ വന്ന് കാണുന്നതിനു വേണ്ടി അലക്സാണ്ടർ രാജാവ് അപ്പോൾ ജോനാഥാന് കത്തെഴുതി. ജോനാഥാൻ ആഡംബരത്തോടെ ടോളമായിസിലേക്ക് പുറപ്പെട്ടു. അവൻ 2 രാജാക്കന്മാരെയും കണ്ടു. അവൻ അവർക്കും അവരുടെ സ്നേഹിതന്മാർക്കും പൊന്നും വെള്ളിയും ധാരാളം സമ്മാനങ്ങളും നൽകി. അവൻ അവരുടെ മുമ്പിൽ പ്രീതി കണ്ടെത്തി. ഇസ്രായേലിൽ നിന്നുള്ള സാമൂഹിക ദ്രോഹികളും അധർമ്മികളുമായ ചില ആളുകൾ അവൻ്റെ മേൽ കുറ്റമാരോപിക്കുന്നതിനായി അവനെതിരെ ഒന്നുചേർന്നു. എന്നാൽ രാജാവ് അവരെ ഗൗനിച്ചില്ല. ജോനാഥാനെ അവൻ്റെ വസ്ത്രങ്ങൾ മാറ്റി പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. അവർ അപ്രകാരം ചെയ്തു. രാജാവ് അവനെ തനിക്കരികെ ഇരുത്തി. എന്നിട്ടവൻ തൻ്റെ ഭരണാധികാരികളോട് പറഞ്ഞു, നിങ്ങൾ ഇവനുമൊത്ത് നഗരമധ്യത്തിലേക്ക് പോകുവിൻ. ആരും ഇവനെതിരെ ഏതെങ്കിലും കാര്യത്തെ സംബന്ധിച്ച് കുറ്റമാരോപിക്കുകയോ ഏതെങ്കിലും കാര്യത്താൽ അവന് ശല്യമുണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് പ്രഖ്യാപിക്കുവിൻ. പ്രഖ്യാപിച്ചതനുസരിച്ചുള്ള അവൻ്റെ പ്രതാപവും അവൻ പട്ടുവസ്ത്ര വിഭൂഷിതനായിരിക്കുന്നതും കാണാനിടയായപ്പോൾ അവനെതിരെ കുറ്റം ആരോപിച്ചിരുന്നവർ എല്ലാവരും പലായനം ചെയ്തു. അങ്ങനെ രാജാവ് അവനെ ബഹുമാനിക്കുകയും തൻ്റെ മുഖ്യ സുഹൃത്തുക്കളിൽ ഒരാളായി എഴുതി ചേർക്കുകയും അവനെ സേനാധിപനും പ്രവിശ്യയുടെ ഭരണാധികാരിയുമായി നിയമിക്കുകയും ചെയ്തു. സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജോനാഥാൻ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ദമത്രിയൂസിൻ്റെ പുത്രൻ്റെ മേൽ വിജയം. 165 ആണ്ടിൽ ദമത്രിയൂസിൻ്റെ മകൻ ദമത്രിയൂസ് ക്രേത്തിൽ നിന്ന് തൻ്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് വന്നു. അലക്സാണ്ടർ രാജാവ് ഇത് കേട്ടു. അവൻ അതിയായി ദുഃഖിച്ച് അന്ത്യോഖ്യയിലേക്ക് പിൻവാങ്ങി. ദമത്രിയൂസ് അപ്പൊളോണിയോസിനെ കോയിലേസരിയായുടെ മേൽ നിയമിച്ചു. അവനാകട്ടെ വലിയൊരു സൈന്യത്തെ ശേഖരിച്ച് ജാംനിയായ്ക്കെതിരെ പാളയമടിച്ചു. അനന്തരം പ്രധാന പുരോഹിതനായ ജോനാഥാന് അവനിപ്രകാരം ഒരു സന്ദേശം അയച്ചു. നീ ഒരാൾ മാത്രമാണ് ഞങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്നത്. നീ മൂലം ഞാൻ നിന്ദിനും അപഹാസ്യനുമായി തീർന്നിരിക്കുന്നു. മലമ്പ്രദേശങ്ങളിൽ ഞങ്ങൾക്കെതിരായി എന്തുകൊണ്ട് നീ അധികാരം പ്രയോഗിക്കുന്നു? അതിനാൽ ഇപ്പോൾ നിന്റെ സേനാബലത്തിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ സമതലത്തിൽ ഞങ്ങളുടെ പക്കലേക്ക് ഇറങ്ങി വരിക. അവിടെ വെച്ച് നമുക്ക് ബലപരീക്ഷണം നടത്താം. കാരണം നഗരങ്ങളുടെ ശക്തി എൻ്റെ കൂടെയുണ്ട്. ഞാൻ ആരാണെന്നും ഞങ്ങളെ സഹായിക്കുന്ന മറ്റുള്ളവർ ആരാണെന്നും നീ അന്വേഷിച്ച് പഠിക്കുക. അവർ പറയും, ഞങ്ങളുടെ മുമ്പിൽ അടിയുറപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. കാരണം നിന്റെ പിതാക്കന്മാർ തങ്ങളുടെ ദേശത്ത് 2 പ്രാവശ്യം തുരത്തപ്പെട്ടവരാണ്. കല്ലോ പാറയോ പലായനത്തിനൊരു സങ്കേതമോ ഇല്ലാത്ത സമതല പ്രദേശത്ത് ഇതുപോലൊരു കുതിരപ്പടയെയും കാലാൾപ്പടയെയും ചെറുത്തു നിൽക്കാൻ ഇപ്പോൾ നിനക്കാവില്ല. ഏതായാലും അപ്പൊളോണിയോസിൻ്റെ ഈ വാക്കുകൾ കേട്ട് ജോനാഥാൻ ആത്മനാ പ്രചോദിതനായി. അവൻ 10,000 ആളുകളെ തെരഞ്ഞെടുത്ത് ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടു. സഹോദരൻ ശിമെയോനും അവൻ്റെ സഹായത്തിനായി കൂടെ ചേർന്നു. ജോപ്പായ്ക്കെതിരെ അവൻ പാളയമടിച്ചു. എന്നാൽ ആ സൈന്യത്തെ നഗരത്തിൽ നിന്നുള്ളവർ പുറത്തു നിർത്തി അടച്ചു കളഞ്ഞു. കാരണം അപ്പൊളോണിയോസിൻ്റെ ഒരു കാവൽ സേന ജോപ്പായിലുണ്ടായിരുന്നു. അതിനോടവർ യുദ്ധം തുടങ്ങിയപ്പോൾ നഗരത്തിൽ നിന്നുള്ളവർ സംഭീതരായി നഗരം തുറന്നുകൊടുത്തു. ജോനാഥാൻ അങ്ങനെ ജോപ്പായുടെ നേതാവായി. അപ്പൊളോണിയോസ് ഇത് കേട്ടപ്പോൾ 3000 കുതിരപ്പടയാളികളെയും വലിയൊരു കാലാൾപ്പടയെയും ശേഖരിച്ച് കടന്നുപോകാനെന്നവണ്ണം അസോത്തൂസിലേക്ക് ചെന്നു. എന്നാൽ തനിക്കുണ്ടായിരുന്ന അസംഖ്യം കുതിരപ്പടയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അയാൾ സമതലത്തിലേക്ക് മുന്നേറുകയായിരുന്നു. അയാളെ പിന്തുടർന്ന് അവൻ അസോത്തൂസിലെത്തി. അവിടെ വച്ച് സൈന്യങ്ങൾ യുദ്ധത്തിലേർപ്പെട്ടു. എന്നാൽ അപ്പൊളോണിയൂസ് 1000 കുതിരപ്പടയാളികളെ അവർക്ക് പിന്നിൽ രഹസ്യത്തിൽ നിർത്തിയിരുന്നു. തനിക്ക് പിന്നിൽ ഒരു കെണിയുണ്ടെന്ന് ജോനാഥാൻ മനസ്സിലാക്കി. അവർ അവൻ്റെ സൈന്യത്തെ വളയുകയും പ്രഭാതം മുതൽ പ്രദോഷം വരെ സൈന്യത്തിലേക്ക് ശരവർഷം നടത്തുകയും ചെയ്തു. എങ്കിലും ജോനാഥാൻ്റെ ആജ്ഞയനുസരിച്ച് സൈന്യം അചഞ്ചലമായി നിലകൊണ്ടു. അപ്പോഴേക്കും മറുകൂട്ടരുടെ കുതിരകൾ തളർന്നു തുടങ്ങി. അപ്പോൾ ശിമെയോൻ തൻ്റെ സൈന്യവുമായി മുന്നോട്ട് വന്ന് സൈന്യകേന്ദ്രത്തിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടു. കാരണം അശ്വസൈന്യം തളർന്നിരുന്നു. അങ്ങനെ അക്കൂട്ടർ തകർക്കപ്പെടുകയും പലായനം ചെയ്യുകയും ചെയ്തു. സമതലത്തിൽ ചിതറിക്കപ്പെട്ട അശ്വസൈന്യം അസോത്തൂസിലേക്ക് പലായനം ചെയ്ത് രക്ഷപ്പെടാനായി അവരുടെ വിഗ്രഹാലയമായ ബേത്ദാഗോണിൽ പ്രവേശിച്ചു. ജോനാഥാൻ അസോത്തൂസും
അതിനു ചുറ്റുമുള്ള പട്ടണങ്ങളും അഗ്നിക്കിരയാക്കി അവരുടെ കൊള്ളവസ്തുക്കൾ ശേഖരിച്ചു. ദാഗോണിൻ്റെ ക്ഷേത്രവും അതിൽ അഭയം തേടിയിരുന്നവരെയും അഗ്നിയിൽ ദഹിപ്പിച്ചു. വാളാൽ നിബദിച്ചവരും അഗ്നിക്കിരയാക്കപ്പെട്ടവരും കൂടി ഏകദേശം 8000 പേരായിരുന്നു. ജോനാഥാൻ അവിടെ നിന്ന് പുറപ്പെട്ട് അസ്കലോണിനെതിരെ പാളയമടിച്ചു. അത്യാഡംബരപൂർവം അവനെ എതിരേൽക്കാനായി നഗരത്തിൽ നിന്നുള്ളവർ പുറത്തു വന്നു. തുടർന്ന് ധാരാളം കൊള്ളവസ്തുക്കളുമേന്തി ജോനാഥാൻ തൻ്റെ കൂടെയുള്ളവരോടൊപ്പം ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇക്കാര്യങ്ങളെല്ലാം കേൾക്കാനിടയായപ്പോൾ അലക്സാണ്ടർ രാജാവ് ജോനാഥാനെ ബഹുമാനിക്കുന്നത് പൂർവാധികം വർദ്ധിപ്പിച്ചു. ആചാരമനുസരിച്ച് രാജാക്കന്മാരുടെ ബന്ധുക്കൾക്ക് നൽകാറുള്ള സ്വർണ്ണ സൂചിപ്പതക്കം അയാൾ അവന് അയച്ചു കൊടുത്തു. കൂടാതെ എക്രോണും അതിൻ്റെ സകല പരിസര പ്രദേശങ്ങളും അവന് അവകാശമായി വിട്ടുകൊടുത്തു. പ്രഭാഷകൻ അധ്യായം 26. ഉത്തമ ഭാര്യ. നല്ലവളായ സ്ത്രീയുടെ ഭർത്താവ് അനുഗ്രഹീതൻ, അവൻ്റെ ദിനങ്ങളുടെ എണ്ണം ഇരട്ടിയായിരിക്കും. ധീരയായ ഭാര്യ തൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൾ അവൻ്റെ വർഷങ്ങൾ സമാധാനത്താൽ നിറയ്ക്കും. നല്ലവളായ ഭാര്യ നല്ല ഒരു ഓഹരിയാണ്, കർത്താവിനെ ഭയപ്പെടുന്നവരുടെ ഓഹരിയിൽ അവൾ സ്ഥാപിതയാകും. നല്ല ഹൃദയം ധനവാന്റെയോ ദരിദ്രൻ്റെയോ ആകാം, എല്ലാ സമയത്തും അവൻ്റെ മുഖം പ്രസന്നമായിരിക്കും. 3 കാര്യങ്ങളെ പ്രതി എൻ്റെ ഹൃദയം ആശങ്കപ്പെടുന്നു, 4-ാമത്തേതിൻ്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നഗരത്തിലെ ദുരാരോപണം, ആൾക്കൂട്ടത്തിൻ്റെ സംഘം ചേരൽ, അപകീർത്തി, ഇവയെല്ലാം മരണത്തിനുപരി ദുസ്സഹമാണ്. മറ്റൊരുവളിൽ അസൂയാലുവായ ഭാര്യ ഒരു ഹൃദയവേദനയും ദുഃഖവുമാണ്. വാക്പ്രഹരം എല്ലാവർക്കും അനുഭവവേദ്യമാകുന്നു. തുഷ്ടയായ ഭാര്യ ഉരസുന്ന നുകമാണ്, അവളെ പരിഗ്രഹിക്കുന്നവൻ തേളിനെ പിടിക്കുന്നവനെ പോലെയാണ്. മദ്യപയായ ഭാര്യ വലിയ പ്രകോപനകാരണമാകുന്നു, തൻ്റെ അവമതി അവൾ മറയ്ക്കുകയില്ല. സ്ത്രീയുടെ വ്യഭിചാരം നയനവിക്ഷേപങ്ങളിലുണ്ട്, തൻ്റെ കൺപോളകളാൽ അവൾ തിരിച്ചറിയപ്പെടും. ദുശ്ശാഠ്യക്കാരിയായ പുത്രിയുടെ മേൽ ജാഗ്രത കർക്കശമാക്കുക, അല്ലെങ്കിൽ അയവ് കണ്ടെത്തുമ്പോൾ തനിക്കായി അവൾ അത് ഉപയോഗപ്പെടുത്തും. അവളുടെ നിർലജ്ജമായ നോട്ടത്തിന്മേൽ ജാഗ്രത പുലർത്തണം, അവൾ നിനക്കെതിരെ ദ്രോഹം ചെയ്താൽ അത്ഭുതപ്പെടരുത്. വായു തുറന്ന് അടുത്തുള്ള ഏത് ജലാശയത്തിൽ നിന്നും കുടിക്കുന്ന ദാഹാർത്തനായ പഥികനെ പോലെ അവൾ ഏത് കൂടാരക്കുറ്റിക്ക് നേരെയും ഇരിക്കുകയും അസ്ത്രത്തിന് മുമ്പിൽ ആവനാഴി തുറക്കുകയും ചെയ്യും. ഭാര്യയുടെ പ്രസന്നത അവളുടെ ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു, അവളുടെ വിജ്ഞാനം അവൻ്റെ അസ്ഥികളെ പുഷ്ടിപ്പെടുത്തുന്നു. ശാന്തയായ ഭാര്യ കർത്താവിൻ്റെ ദാനമാണ്, സുശിക്ഷിതമായ ആത്മാവിന് പകരം മറ്റൊന്നില്ല. ശാലീനയായ ഭാര്യ വരത്തിനുമേൽ വരമാണ്, അച്ചടക്കമുള്ള ആത്മാവിൻ്റെ അർഹത മുഴുവനും അളവറ്റതാണ്. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യൻ, അങ്ങനെയാണ് ചിട്ടയുള്ള അവരുടെ കുടുംബത്തിൽ നല്ലവളായ ഭാര്യയുടെ സൗന്ദര്യം. വിശുദ്ധമായ തണ്ടിന്മേൽ പ്രകാശിക്കുന്ന ദീപം, അങ്ങനെയാണ് നല്ല പ്രായത്തിലെ മുഖശോഭ. വെള്ളിപ്പാതകുടത്തിന്മേൽ സുവർണ സ്തംഭങ്ങൾ, അങ്ങനെയാണ് ദൃഢതയുള്ള നെഞ്ചിനരികെ മനോഹരമായ പാദങ്ങൾ. 2 കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഹൃദയം സന്തപ്തമായിരിക്കുന്നു, 3-ാമത്തേതിനെ പ്രതി എനിക്ക് ദേഷ്യം വരുന്നു. ദാരിദ്ര്യത്താൽ പടയാളി ആവശ്യത്തിലിരിക്കുന്നത്, വിവേകമുള്ള മനുഷ്യർ നിന്ദിക്കപ്പെടുന്നത്, ഒരുവൻ നീതിയിൽ നിന്ന് പാപത്തിലേക്ക് നീങ്ങുന്നത്, അവനെ കർത്താവ് ഒരു വാളിനു വേണ്ടി ഒരുക്കും. കച്ചവടത്തിലെ പ്രലോഭനങ്ങൾ. കച്ചവടക്കാരന് കാപട്യത്തിൽ നിന്നൊഴിഞ്ഞിരിക്കുക ദുഷ്കരമാകും, വ്യാപാരി പാപത്തിൽ നിന്ന് ന്യായീകരിക്കപ്പെടുകയില്ല. പ്രഭാഷകൻ അധ്യായം 27. ലാഭത്തിനു വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട്. അഭിവൃദ്ധിപ്പെടാൻ മോഹിക്കുന്നവൻ പലതിനോടും കണ്ണടച്ചു കളയും. കല്ലുകളുടെ വിടവുകൾക്കിടയിൽ കുറ്റി ഉറപ്പിക്കപ്പെടും, ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉരച്ചു ചേർക്കപ്പെടും. കർത്തൃഭയത്തിൽ ഒരുവൻ തിടുക്കത്തിൽ ബലപ്പെടുന്നില്ലെങ്കിൽ അവൻ്റെ ഭവനം അതിവേഗം നശിപ്പിക്കപ്പെടും. വിവിധോപദേശങ്ങൾ. അരിപ്പയുടെ കുലുക്കലിൽ ഉപയോഗശൂന്യമായവ അവശേഷിക്കുന്നു, മനുഷ്യൻ്റെ സംഭാഷണത്തിൽ അവൻ്റെ മാലിന്യങ്ങളും അങ്ങനെ തന്നെ. കുശവൻ്റെ പാത്രങ്ങൾ ചൂള പരിശോധിക്കുന്നു, മനുഷ്യൻ്റെ പരിശോധനയോ അവൻ്റെ സംഭാഷണത്തിലാണ്. വൃക്ഷത്തിൻ്റെ ഫലം അതിൻ്റെ നിലത്തെ വെളിവാക്കുന്നു, അങ്ങനെ തന്നെ ചിന്തയുടെ യുക്തി മനുഷ്യഹൃദയങ്ങളെയും. സംസാരിക്കുന്നതിന് മുമ്പ് ഒരാളെ പുകഴ്ത്തരുത്, എന്തെന്നാൽ അതാണ് മനുഷ്യരുടെ പരിശോധന. നീതിയെ പിന്തുടർന്നാൽ നീ അത് സ്വന്തമാക്കും, നീ അത് മഹത്വത്തിൻ്റെ അങ്കി പോലെ ധരിക്കും. പക്ഷികൾ തങ്ങളുടെ സമാനതയുള്ളവയോടൊത്ത് ചേക്കേറും, സത്യം അത് പുലർത്തുന്നവരിലേക്ക് തിരികെ എത്തും. ഇരയ്ക്കു വേണ്ടി സിംഹം പതിയിരിക്കുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പാപവും അങ്ങനെ തന്നെ. ഭക്തൻ്റെ ഭാഷണം എപ്പോഴും ജ്ഞാനമാണ്,
മൂഢൻ്റേതാകട്ടെ ചന്ദ്രനെപ്പോലെ മാറിമറിയുന്നു. അവിവേകികളുടെ ഇടയിൽ സമയം ചുരുക്കുക, എന്നാൽ ചിന്തകരുടെ ഇടയിൽ തുടരുക. ഭോഷന്മാരുടെ ഭാഷണം നിന്ദനമാണ്, അവരുടെ ചിരി പാപത്തിൻ്റെ ചാബല്യത്തിലാണ്. നിരന്തരം ആണയിടുന്നവൻ്റെ സംസാരം രോമങ്ങളെ ഉയർത്തി നിർത്തുന്നു, അവരുടെ കലഹം ചെവികൾക്ക് വിഘാതമാണ്. അഹങ്കാരികളുടെ കലഹം രക്തച്ചൊരിച്ചിലായിരിക്കും, അവരുടെ ദൂഷണം കർണകഠോരമാണ്. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവൻ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു, തൻ്റെ ആത്മാവിന് ചേർന്ന ഒരു സുഹൃത്തിനെ അവനൊരിക്കലും കണ്ടെത്തുകയില്ല. സുഹൃത്തിനെ സ്നേഹിക്കുകയും അവനോട് വിശ്വസ്തനായിരിക്കുകയും ചെയ്യുക. നീ അവൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനിടയായാൽ പിന്നീട് അവൻ്റെ പിന്നാലെ പോകരുത്. എന്തെന്നാൽ ഒരു മനുഷ്യൻ തൻ്റെ മൃതനെ നഷ്ടപ്പെടുത്തുന്നത് പോലെ നീ അയൽക്കാരൻ്റെ സൗഹൃദം നഷ്ടപ്പെടുത്തുന്നു. നിന്റെ കയ്യിൽ നിന്ന് നീ പക്ഷിയെ തുറന്നു വിടുന്നത് പോലെ നീ അയൽക്കാരനെ പോകാൻ അനുവദിച്ചു. അവനെ നീ തിരികെ പിടിച്ചെന്നു വരില്ല. അവനെ പിന്തുടരരുത്, കാരണം അവൻ അകന്നു കഴിഞ്ഞിരിക്കുന്നു. കെണിയിൽ നിന്ന് മാനെന്ന പോലെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. കാരണം മുറിവ് വച്ചു കെട്ടാം, ദൂഷണത്തിന് അനുരഞ്ജനമാകാം, എന്നാൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയവൻ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവനാണ്. കണ്ണിറുക്കുന്നവൻ തിന്മകൾ നിരൂപിക്കുന്നു, അവനിൽ നിന്ന് അവ നീക്കാൻ ആർക്കും കഴിയുകയില്ല. നിന്റെ കൺമുമ്പാകെ അവൻ തൻ്റെ അധരം മധുരമുള്ളതാക്കും, നിന്റെ വാക്കുകളിന്മേൽ അവൻ അത്ഭുതം കൂറും. എന്നാൽ പിന്നീട് അവൻ തൻ്റെ അധരം വക്രമാക്കും, നിന്റെ വാക്കുകളിൽ അവൻ നിനക്കിടർച്ചയൊരുക്കും. ഞാൻ പല കാര്യങ്ങളും വെറുത്തിട്ടുണ്ട്, എന്നാൽ അവന് തുല്യമായ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കർത്താവ് പോലും അവനെ വെറുക്കും. മുകളിലേക്ക് കല്ലെറിയുന്നവൻ തൻ്റെ തലയിലേക്ക് തന്നെയാണ് എറിയുന്നത്. ചതിപ്രയോഗം മുറിവുകൾ വിതറുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും, താൻ വെച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും. ചെയ്യുന്നവനിലേക്ക് തന്നെ തിന്മകൾ പുനഃസംക്രമിക്കപ്പെടും. അതെവിടെ നിന്ന് തന്നിലേക്ക് വന്നെന്ന് അവനൊരിക്കലും അറിയുകയില്ല. അഹങ്കാരിയുടേതാണ് പരിഹാസവും ദൂഷണവും, എന്നാൽ അവനു വേണ്ടി പ്രതികാരം സിംഹത്തെപ്പോലെ പതിയിരിക്കുന്നു. ഭക്തരുടെ വീഴ്ചയിൽ ആനന്ദിക്കുന്നവർ കെണിയിൽ കുടുങ്ങും, തങ്ങളുടെ മരണത്തിനു മുമ്പ് വേദന അവരെ വിഴുങ്ങും. വിദ്വേഷവും ക്രോധവും ഇവ മ്ലേച്ഛതകളാണ്. പാപിയായ മനുഷ്യൻ അവയുടെ പിടിയിലായിരിക്കും. സുഭാഷിതങ്ങൾ അധ്യായം 23 വാക്യങ്ങൾ 5 മുതൽ 8 വരെ. എപ്പോൾ നീ അതിൽ നിന്റെ കണ്ണുകൾ പതിപ്പിക്കുമോ അപ്പോൾ അതില്ലാതായിത്തീരും. എന്തെന്നാൽ സമ്പത്ത് തനിക്കായി ചിറകുകൾ മുളപ്പിച്ച് കഴുകനെ പോലെ ആകാശത്തേക്ക് പറന്നുകളയും. ദുഷ്ടലാക്കുള്ളവൻ്റെ ഭക്ഷണം നീ ആഹരിക്കരുത്, അവൻ്റെ വിശിഷ്ട വിഭവങ്ങളോട് കൊതി തോന്നരുത്. എന്തെന്നാൽ തൊണ്ടയിൽ തലമുടി എങ്ങനെയോ അങ്ങനെയാണവൻ. തിന്നുക കുടിക്കുക എന്ന് അവൻ നിന്നോട് പറയുമെങ്കിലും അവന് നിന്നോടൊട്ടും ഹൃദയൈക്യമുണ്ടാവില്ല. നീ കഴിച്ച നിന്റെ അപ്പക്കഷണം നീ ഛർദ്ദിക്കും, നിന്റെ മോഹനവചനങ്ങൾ നീ അങ്ങനെ പാഴാക്കും. നല്ല കർത്താവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു ദിവസം കൂടി അവിടുത്തെ പരിശുദ്ധ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ദിവസം ആരംഭിക്കാൻ അങ്ങ് തന്ന ഈ വചനത്തിൻ്റെ അനുഗ്രഹത്തെയും നന്മകളെയും ഓർത്ത് കർത്താവെ ഒരിക്കൽ കൂടി അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. കരുണയുള്ള കർത്താവെ, അങ്ങയുടെ അത്ഭുതകരമായ വഴികളെ ധ്യാനിക്കാൻ തന്ന കൃപകളെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നല്ല ഉദ്ദേശങ്ങളോടുകൂടി ആരംഭിച്ചവയെ കാലാന്തരത്തിൽ തിന്മ വഴിതിരിച്ചു വിടാതിരിക്കാനുള്ള ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ശക്തി ഞങ്ങൾക്ക് തരണമേ. പാപം സിംഹത്തെപ്പോലെ ഞങ്ങളുടെ വഴികളിൽ പതിയിരിപ്പുണ്ടെന്ന് തിരിച്ചറിയാനുള്ള വിവേകം തരണമേ. കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ വ്യാപാരത്തിനും പണമുണ്ടാക്കാനുള്ള അധ്വാനങ്ങൾക്കുമിടയിൽ തിന്മ മറഞ്ഞിരിപ്പുണ്ടെന്ന് കാണാനുള്ള കൃപ തരണമേ. ഈ വായനാ പദ്ധതിയുമായി ചേർന്ന് അങ്ങയുടെ വചനം ധ്യാനിക്കുന്ന ഈ മക്കളെ വ്യക്തിപരമായി കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, 291 ദിവസം. മക്കബായരുടെ പുസ്തകത്തിൽ മക്കബായ വിപ്ലവം യൂദാസിൻ്റെ മരണത്തിന് ശേഷം ജോനാഥാൻ്റെ നേതൃത്വത്തിൽ അന്ത്യോക്യൻ സൈന്യത്തിനെതിരെ പലയിടങ്ങളിലായി യുദ്ധത്തിലേർപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ജോനാഥാൻ്റെ കാലം എത്തുമ്പോഴേക്കും പൊതുവെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമായി എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഓർത്തിരുന്നു. അസോത്തൂസിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ യൂദാസ് കൊല്ലപ്പെടുന്നതോടുകൂടി ജോനാഥാൻ ഈ കുഴപ്പം പിടിച്ച കാലത്തെ ദൈവജനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ്. ഈ സമയത്താണ് ഗ്രീക്കുകാരുടെ ഇടയിൽ അധികാരത്തിനു വേണ്ടി ഒരു വടംവലി നടക്കുന്നത്. അന്ന് നിലവിൽ രാജസ്ഥാനത്തുണ്ടായിരുന്ന ദമത്രിയൂസും അന്ത്യോക്കസ് 4-ന്റെ മകനായിരുന്ന അലക്സാണ്ടർ ബാലാസ് അഥവാ അലക്സാണ്ടർ എപ്പിഫാനസും രണ്ടുപേരും സിംഹാസനത്തിനും അധികാരത്തിനും വേണ്ടി ഒരു വടംവലി നടത്തുമ്പോൾ
ഈ അവസരം ജോനാഥാൻ വളരെ പ്രയോജനപ്പെടുത്തുകയും രണ്ടുപേരും വെച്ച് നീട്ടിയ വാഗ്ദാനങ്ങളെ സ്വീകരിച്ച് ജെറുസലേമിനെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ കാലാന്തരത്തിൽ ദമത്രിയൂസിനെ വിട്ട് അലക്സാണ്ടറിനോട് ജോനാഥാൻ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുകയും അതിന് പ്രതിസമ്മാനമായി ഈ വിജാതീയ രാജാവ് അലക്സാണ്ടർ ജോനാഥാനെ യൂദയായുടെ മേൽ അധികാരമുള്ള പ്രധാന പുരോഹിതനായി നിയമിക്കുകയും സമരിയ പ്രദേശത്തെ മുൻപ് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മനോഹരമായ ചില നിർദ്ദേശങ്ങൾ ഈ ഗ്രന്ഥം നമുക്ക് നൽകുന്നത് ഒന്ന് ഓർമ്മിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. സിംഹം ഇരയ്ക്കു വേണ്ടി പതിയിരിക്കുന്നത് പോലെ പാപം പാപിയെ കാത്തിരിക്കുന്നു എന്ന് വചനം പറയുന്നു. പാപം എന്തിനാണ് പാപിയെ കാത്തിരിക്കുന്നത്? സിംഹം ഇരയെ കൊല്ലാൻ കാത്തിരിക്കുന്നത് പോലെയാണ് അനുതപിക്കാത്ത, തിരുത്താത്ത, ഏറ്റുപറയാത്ത പാപം നമ്മെ നശിപ്പിക്കാനുള്ള സംഹാര ശക്തിയുമായി നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ വഴികളിൽ സിംഹത്തെപ്പോലെ പതിയിരിക്കുന്നത്. പ്രഭാഷകൻ 27:3 ദൈവഭക്തിയിൽ, കർത്തൃഭയത്തിൽ ഒരുവൻ പുരോഗതി പ്രാപിക്കുന്നില്ലെങ്കിൽ, അഭിവൃദ്ധി നേടുന്നില്ലെങ്കിൽ അവൻ്റെ വീട് വേഗത്തിൽ നശിച്ചു പോകും എന്ന ഒരു വചനം വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. ദൈവഭക്തിയിൽ തിടുക്കത്തിൽ ഒരാൾ ബലപ്പെട്ടില്ലെങ്കിൽ, പുരോഗതി പ്രാപിച്ചില്ലെങ്കിൽ അവൻ്റെ ഭവനം അതിവേഗം നശിപ്പിക്കപ്പെടും. ധനമോഹം ഹൃദയത്തിൽ വർദ്ധിക്കുമ്പോൾ, അങ്ങനെ സാമ്പത്തിക നേട്ടമുണ്ടാകാൻ മോഹിക്കുന്നവർ പല തിന്മകളോടും കണ്ണടച്ച് കളയുമെന്നും, അങ്ങനെ കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ഈ ധനമുണ്ടാക്കാനുള്ള പരിശ്രമത്തിനിടയിൽ പാപം ഒരാളുടെ ജീവിതത്തിൽ അയാൾ അറിയാതെ തന്നെ അയാളെ പിടിമുറുക്കുമെന്നും പ്രഭാഷകൻ 27 ആദ്യ വാക്യങ്ങളിൽ വിവരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ദിവസം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ സത്യമായും ഒത്തിരി ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി കാത്തിരിക്കുന്നു. നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് എത്തും മുമ്പ് മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക. നമ്മുടെ വചന വായന അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കാൻ ഇനി അധിക ദിവസങ്ങളില്ല. എവിടെയെങ്കിലും പാതി വഴിയിൽ പുറകിലായിപ്പോയെങ്കിൽ മുന്നോട്ട് തീഷ്ണതയോടെ കടന്നു വരാൻ ശ്രദ്ധിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.